ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. ബുക്ക് ഹൗസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സുൽത്താൻസ് ഡിലമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ആണ് ബൈ ദ ഈജിപ്ഷ്യൻ റൈറ്റർ തൗഫിക് അൽ ഹക്കീം. ഇദ്ദേഹം അറബിക് ലിറ്ററേച്ചറിൽ തന്നെ ഒരു ലീഡിംഗ് ഫിഗർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലും ആൻഡ് ഓൾസോ മാസ്റ്റർ പീസ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് ദ സുൽത്താൻസ് ഡിലമ. 1960s എഴുതപ്പെട്ടിരുന്ന ഒരു വർക്കാണ്. ഇനി നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ഡിലമ നമ്മളുടെ സുൽത്താൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി അത് എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. The Sultan's Dilemma by Tawfiq al-Hakim discusses an eternal question which is mightier and has a lasting influential role. Is it the power of authority or the power of principle? പവർ ഓഫ് അതോറിറ്റിക്കാണോ പവർ ഓഫ് പ്രിൻസിപ്പിളിനാണോ ഏറ്റവും കൂടുതലും റോൾ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻഷ്യലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോള് എന്തിനാണ് ഏറ്റവും കൂടുതലും ഉണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പ്ലേ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് 3 ആക്റ്റിലാണുള്ളത്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. നമുക്ക് ആദ്യം ക്യാരക്ടേഴ്സിനെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ സുൽത്താൻ. ഇദ്ദേഹം മംലൂക്കാണ്. ഓക്കെ, മംലൂക്ക് സുൽത്താൻ, ദ ക്യാരക്ടർ ഓഫ് മംലൂക്ക് സുൽത്താൻ. ഇദ്ദേഹം പവറിലേക്ക് വരുന്നു. ഓക്കെ, അതാണ് നമ്മളുടെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു മിഡീവൽ പാസ്റ്റിൽ സെറ്റ് ചെയ്തൊരു പ്ലേ ആണ്. എന്നിരുന്നാൽ പോലും നമ്മളുടെ പ്രസൻറ്റ് ഡേയിൽ പോലും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ ഇസ് ദ സുൽത്താൻ. ഇനി ഇദ്ദേഹത്തിന് വിസീറുണ്ട്. അതായത് നമ്മളുടെ കോർട്ടിലൊക്കെ ഉള്ള ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് ഒഫീഷ്യലിനെയാണ് നമ്മൾ വിസീർ എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ ഡിസ്നിയിലെ അലാദീനിലൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ, ദുഷ്ട കഥാപാത്രം. ഓക്കെ, അതാണ് നമ്മളുടെ വിസീർ. പിന്നീടുള്ളത് ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബെല്ല എന്ന് പറയുന്ന ലേഡി. BELLE ആണ്, ബെല്ല ഓർ ബെല്ലെ. ഓക്കെ, എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്. ഇവർ ഇത്രയും പേരുമാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. ഇനി ഇതിൻ്റെ സെറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്കൊരു സ്ലേവ് ട്രേഡറും കൂടെ ഉണ്ട്. ഓക്കെ, സോ ഇവർ ഇത്രയും പേരുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നമ്മളുടെ പ്ലേ സുൽത്താൻസ് ഡിലമ ഓപ്പൺ ചെയ്യുന്നത് ഇറ്റ് ഇസ് വിത്ത് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ കണ്ടംപ്റ്റ് മാൻ ആൻഡ് എ എക്സിക്യൂഷണർ. ഓക്കെ, ഒരാളെ കണ്ടം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു എക്സിക്യൂഷണറും ഉണ്ട്. ഈ എക്സിക്യൂഷണറിനോട് ഓർഡർ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ വിസീർ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ കഴുത്തറുത്ത് കൊല്ലുക. അതായത് വെളുപ്പിന് നമുക്കറിയാം അസാൻ കേട്ടതിന് ശേഷമോ മുന്നെയോ മറ്റോ ഇദ്ദേഹത്തിനെ കഴുത്തറുത്ത് കൊന്നേക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം എന്തുകൊണ്ടാണ് കണ്ടംപ്റ്റ് മാൻ ആയതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് നോക്കാം. ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ലിസ്റ്റിലുള്ള സ്ലീവ് ട്രേഡർ ആയിരുന്നു. ഓക്കെ, സോ ഇദ്ദേഹം ഈ ഒരു കൺട്രി സന്ദർശിക്കുകയും ആൻഡ് ഹി ഹാപ്പൻസ് ടു ഫൈൻഡ് ദാറ്റ് ദ സുൽത്താൻ ഒരു ഫോർമർ സ്ലേവ് ആയിരുന്നു. ഇദ്ദേഹം വിറ്റ ഒരു സ്ലേവ് ആണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മളുടെ ഫോർമർ സുൽത്താൻ വാങ്ങിയ ഒരു സ്ലേവ് ആണ് പ്രസന്റ് സുൽത്താൻ എന്ന് പറയുന്നു, മംലൂക്ക് സുൽത്താൻ. അങ്ങനെ ഈ ഒരു ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു സംഭവം എല്ലായിടവും, അതായത് എൻ്റയർ കൺട്രി ആൾക്കാർ അറിയുകയും അങ്ങനെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നമ്മളുടെ സുൽത്താനെ. ഇദ്ദേഹം ഒരു റൈറ്റ്ഫുൾ റൂളറാണോ? ഒരു സ്ലേവിന് ഒരിക്കലും ഒരു രാജ്യം ഭരിക്കാൻ പറ്റില്ല, ആൻഡ് ഓൾസോ പീപ്പിളിനെയും ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ സുൽത്താൻ ഭരിക്കുന്നത് കറക്റ്റാണോ? അങ്ങനെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആകമാനം സ്പ്രെഡ് ആവുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇദ്ദേഹത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാനല്ല, കഴുത്തറുത്ത് കൊല്ലാനായിട്ട് വിധിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വൈസറിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഇദ്ദേഹത്തിനെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും സുൽത്താൻ്റെ അതോറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വരില്ല. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഇതിനാണ് ഇദ്ദേഹത്തിനെ കണ്ടം ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ ചോപ്പ് ചെയ്ത് കൊല്ലുന്നില്ല. അങ്ങനെ രാവിലെ ആകുന്നു. നമ്മളുടെ വൈസർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ അലൈവായിട്ടിരിക്കുക. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കൊല്ലാത്തതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഈ ടൈമിലാണ് നമ്മളുടെ ചീഫ് ജസ്റ്റിസ്, ഇദ്ദേഹത്തിനെ കാദി എന്നും പറയാറുണ്ട് കേട്ടോ, ചീഫ് ജസ്റ്റിസ് അറൈവ് ചെയ്തിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതേപോലെ ചീഫ് ജസ്റ്റിസിനോട് പറയുകയാണ് സുൽത്താൻ ഇവൻ സ്ലേവ് എന്ന് അഭിസംബോധന ചെയ്തു, ഇവൻ ചെയ്ത ഒരു കുറ്റമാണ്, സോ ഇതിനാണ് ഇവനെ കൊല്ലുന്നത് എന്ന് പറയുന്നു. ആൻഡ് ആ ഒരു സിനാരിയോ ഒക്കെ നമ്മളുടെ ചീഫ് ജസ്റ്റിസിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈസർ എന്ന് പറയുന്ന ഇദ്ദേഹം പവർ ഓഫ് അതോറിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്.
ഇനി നമ്മളുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹം ന്യായത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കുന്നതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾസിന് വില കൊടുക്കുന്ന ഒരാളാണ് നമ്മളുടെ ചീഫ് ജസ്റ്റിസ്. സോ ചീഫ് ജസ്റ്റിസ് പറയും, അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇഫ് നമ്മളുടെ സുൽത്താൻ ഒരു സ്ലേവ് ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോർമർ സുൽത്താൻ അദ്ദേഹത്തിന് റിലീസ് ചെയ്തിട്ടില്ല, റിലീസ് ചെയ്യാണ്ട് മരണപ്പെടുകയും ഇദ്ദേഹം റൂളിലേക്ക് വരുന്നതുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും ഒരു സ്ലേവ് ആണ്, ഇദ്ദേഹത്തിന് കൺട്രി ഭരിക്കാനുള്ളൊരു എന്തില്ല, റൈറ്റ് ഇല്ല. സോ അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നമ്മൾ അതിൻ്റെ ഒരു റൈറ്റ്ഫുൾനെസ്സിൽ കൂടെ തന്നെ നമ്മളിത് സോൾവ് ചെയ്യണമെന്ന് ആര് ഉപദേശിക്കുന്നു? നമ്മളുടെ സുൽത്താനെ ചീഫ് ജസ്റ്റിസ് ഉപദേശിക്കുന്നുണ്ട്. സോ ഇവിടെയാണ് നമ്മളുടെ സുൽത്താനിൻ്റെ ഡിലമ വരുന്നത്. ഈദർ ഹി ക്യാൻ ചൂസ് ദ പവർ ഓഫ് അതോറിറ്റി, അദ്ദേഹത്തിൻ്റെ കൈക്കരുത്ത് അല്ലെങ്കിൽ ആൾക്കരുത്ത് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കൊല്ലാം. ആരെ കൊല്ലാം? നമ്മളുടെ കണ്ടംപ്റ്റ് മാനിനെ കൊല്ലാം. എന്നിട്ട് സോ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പിന്നീട് മുതിരില്ല. അതല്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗം, അതായത് ലോയുടെ ഭാഗം കൈക്കൊണ്ടിട്ട് കറക്റ്റ് രീതി എന്താണോ നമ്മളുടെ ചീഫ് ജസ്റ്റിസ് പറയാൻ പോകുന്നത് എന്താണോ അതനുസരിച്ച് ഇദ്ദേഹത്തിന് ആക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സുൽത്താൻ്റെ ഡിലമ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു നേരത്തെ പറഞ്ഞ നമ്മളുടെ സ്ലേവ് ഉണ്ടല്ലോ, സ്ലേവ് ട്രേഡറിനെ നമ്മളുടെ ബെല്ല ഒരു ദിവസം വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെല്ല പ്രോമിസ് ചെയ്യുന്നുണ്ട്, എന്തായാലും ഞാൻ നിന്നെ ഫ്രീ ചെയ്ത് തരാം എന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നൗ കമ്മിങ് ഔട്ട് ടു ദ ക്യാരക്ടർ ഓഫ് ബെല്ല. ഇനി ബെല്ല എന്ന് പറയുന്നത് ഇവർ വളരെ ഒരു വെൽ ബ്രെഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഓക്കെ, ആൻഡ് ഷീ ഈസ് വെരി എഡ്യൂക്കേറ്റഡ്, ഷീ ഈസ് വെരി മച്ച് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓൾസോ കൾച്ചേർഡ്. ഇവർ വളരെ റിച്ച് ആണ് ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഷീ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഇൻ ടു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഇവർ വളരെയധികം ലിറ്ററേച്ചറിനെയും ആർട്ടിനെയും എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉള്ള ഒരു സെറ്റ് ഓഫ് ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു ലേഡിയാണ് നമ്മളുടെ ബെല്ല എന്ന് പറയുന്നത്. ബട്ട് ഷീ ഇസ് എന്താ, ആൾക്കാർ ഇവരെ എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബോറാണ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ബിക്കോസ് പല ആൾക്കാരും ഇവരെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് ഇൻ ടു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. സോ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് പല ആൾക്കാർ വരാറുണ്ടല്ലേ, അതായത് മേർച്ചൻസ് ഒക്കെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് പല പല ദേശത്തെ സംഭവങ്ങളെല്ലാം എന്താ പറയുക, അവരുടെ ഒരു കൾച്ചറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ മെർച്ചൻസിൻ്റെ എന്നാണ് നമ്മൾ അറിയുന്നത്. സോ നമ്മളെ ബെല്ലാനെ സന്ദർശിക്കാൻ പല പല ആൾക്കാരും വരാറുണ്ട്. ഇവരുടെ വീട്ടിൽ വരും, ഇവർ നല്ലൊരു കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ബെല്ലാന ആൾക്കാരൊക്കെ അപ്പോൾ വിചാരിക്കുന്ന കുറേ വിസിറ്റേഴ്സ് ഉണ്ട്, ഇവരൊരു വോറാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയല്ല. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ക്യാരക്ടർ ബെല്ല എന്ന് പറയുന്നത്. സോ ദിസ് ബെല്ല ഹാപ്പൻസ് ടു മീറ്റ് ദ സ്ലേവ് ട്രേഡർ ആൻഡ് ഷീ പ്രോമിസസ് ദാറ്റ് ഷീ വുഡ് ഫ്രീ ഹിം. ഓക്കെ, സ്ലേവ് ട്രേഡറിനെ ഫ്രീ ആക്കാം എന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നൗ അഗെയിൻ മൂവിങ് ബാക്ക്, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? സോറി, ചീഫ് ജസ്റ്റിസ് ഇതേപോലെ പറയുന്നു അല്ലേ, നമ്മൾ എന്താ ലോയുടെ ഭാഗം എടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ സുൽത്താൻ കുറേ ഇങ്ങനെ ചിന്തിച്ചിട്ട് സുൽത്താൻ തീരുമാനിക്കുന്നു, ഓക്കെ, അദ്ദേഹം എന്താണോ ലോ പറയുന്നത് അതേപോലെ നീങ്ങാം എന്ന് തീരുമാനിക്കുന്നു. അതായത് ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു ടെറന്റ് റൂളറായിട്ട് പോകണമെന്നില്ല. അതായത് ഇദ്ദേഹം ഇപ്പോൾ ഒരു പവർ ഓഫ് അതോറിറ്റി ചൂസ് ചെയ്ത് അദ്ദേഹത്തിനെ കൊല്ലുകയാണെങ്കിൽ ഫോളോ ചെയ്യുന്ന റൂളേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരും സെയിം ഇത് തന്നെ ഫോളോ ചെയ്യും. സോ ഇറ്റ് ഡസൻറ്റ് വോണ്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ദേശം ഭരിക്കണമെന്ന് നമ്മളുടെ സുൽത്താൻ ഇല്ല. അതുകൊണ്ട് തന്നെ സുൽത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സംഭവം. അതായത് നമ്മൾ ലോയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്. കാരണം സുൽത്താനെ വീണ്ടും സെല്ല് ചെയ്യണമെന്നാണ് നമ്മളുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നത്. കാരണം ഇദ്ദേഹം ഒരു സ്ലേവ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും നമ്മളിങ്ങനെ സെല്ല് ചെയ്യാൻ വെക്കുന്നു. അപ്പോൾ സുൽത്താൻ ആരെങ്കിലും വാങ്ങിക്കുന്നു, എന്നിട്ട് അവർ സുൽത്താനെ ഫ്രീ ചെയ്യുന്നു. അപ്പം ഹി ബിക്കംസ് എ ഫ്രീഡ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് റൂൾ ചെയ്യാം. ഇതായിരുന്നു നമ്മളുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുൽത്താൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. ഈവൻ ദോ വളരെ ക്വസ്റ്റ്യനിങ് ആണ് ഈ ഒരു സാധനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വാങ്ങിക്കുന്ന ആൾ വിടണം എന്നില്ല. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു ഇതിലാണ്, ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഇദ്ദേഹത്തിന് സെല്ല് ചെയ്യാനായിട്ട് നമ്മളെ കിങ്ങിനെ വെക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് സീൻ കഴിയുന്നത്. സെക്കൻഡ് സീൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ കിങ്ങിനെ സെല്ല് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്, സുൽത്താനെ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ബെല്ല വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ വളരെ റിച്ച് ആയിട്ടുള്ളൊരു ലേഡിയാണ്, വളരെ വെൽ കൾച്ചേർഡ് ആണ്. സോ
ഇവരാണ് ഏറ്റവും വില കൊടുത്ത് നമ്മളുടെ സുൽത്താനെ വാങ്ങിക്കുന്നത്. ആൻഡ് സുൽത്താനെ വാങ്ങിക്കുന്നത് ഒരു എഗ്രിമെൻറ്റിലാണ്, അതായത് സുൽത്താനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഫ്രീ ചെയ്യും എന്നുള്ളൊരു എഗ്രിമെൻറ്റിലാണ്. ബട്ട് ബെല്ല ഷീ റെഫ്യൂസസ് ടു ഫ്രീ സുൽത്താൻ. അങ്ങനെ നമ്മളുടെ വൈസറല്ല, ചീഫ് ജസ്റ്റിസും ഒക്കെ ആയിട്ട് ഒരു ആർഗ്യുമെൻറ്റിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഫ്രീ ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ബെല്ല. അപ്പോൾ ഇവർക്ക് ഇവരുടെ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാം. ഓക്കെ, അപ്പം ഇവരാണ് ഇപ്പം ഈ ഒരു സ്ലേവിൻ്റെ ഓണർ, അതായത് പ്രസന്റ് സുൽത്താൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇവരാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാം, അങ്ങനെയാണല്ലോ. അപ്പം ഇവർ പറയുന്നു, അണ്ടർ വൺ കണ്ടീഷൻ ഞാൻ വിടാം, സുൽത്താൻ ഒരു ദിവസം ഒരു നൈറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അവിടെ നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഇൻ്റർഫിയർ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇല്ല പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ബട്ട് ഇവർക്ക് ഇവരുടെ റൈറ്റും കാര്യങ്ങളും ഒക്കെ അറിയാം, ഇവർ അതിനെ എല്ലാത്തിനെയും ക്രോസ് ചെയ്യുന്നു, ഈ പോയിന്റ്സ് എല്ലാം ക്രോസ് ചെയ്തിട്ട് ആൻഡ് അവർ ജയിക്കുന്നു. അങ്ങനെ സുൽത്താൻ ഓൾസോ പറയും ഓക്കെ, ലൈക്ക് സുൽത്താൻ വൺ നൈറ്റ് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നു. ആൻഡ് ലേറ്റർ ആ നൈറ്റിലാണ് സുൽത്താൻ റിയലൈസ് ചെയ്യുന്നത് ആക്ച്വലി ഇവരെന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ ഒരു വോറോ അങ്ങനെയൊന്നും അല്ല, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടോ വോറോ ഒന്നുമല്ല. ബട്ട് ഷീ ഇസ് ഫ്രം എ വെരി കൾച്ചേർഡ് ഫാമിലി, അല്ലെങ്കിൽ ഒരു കൾച്ചേർഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ആൻഡ് ഷീ ഈസ് ഇൻ ടു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നൊക്കെ സുൽത്താനും മനസ്സിലാകുന്നത് അപ്പോഴാണ്. സോ ആ ഒരു തെറ്റിദ്ധാരണയും ഇവിടെ മാറിക്കിട്ടുകയാണ്. അതായത് ആൾക്കാർ പുറമേ വിചാരിച്ചിരുന്ന പോലത്തെ ഒരാളല്ല നമ്മളുടെ ഈ ബെല്ല എന്നും മനസ്സിലാക്കുന്നു. ഓക്കെ, അങ്ങനെ സുൽത്താന പിറ്റേ ദിവസം ഇവർ റിലീസ് ചെയ്യുന്നുണ്ട്, ഇവർ ഫ്രീ ചെയ്യുന്നുണ്ട്. ആൻഡ് സുൽത്താനെ വാങ്ങിച്ച ആ ഒരു പ്രൈസ് തിരിച്ച് സുൽത്താൻ ഇവർക്ക് ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ വേണ്ടാന്ന് പറയുകയും അങ്ങനെ സുൽത്താൻ്റെ കിരീടത്തിലുണ്ടായിരുന്ന ഒരു റൂബി എടുത്തിട്ട് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ടു റിമെമ്പർ ഹിം ഓൾവേസ്. അങ്ങനെയാണ് ഈ ഒരു പ്ലേ ഇവിടെ എൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്ലേ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലേ ആണെങ്കിൽ പോലും ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന തീംസ് ഇറ്റ് ഈസ് വെരി റെലവൻറ്റ്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഈ ഒരു പ്ലേയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രിൻസിപ്പിൾസിനാണോ എന്താ പറയുക മൂല്യം കൂടുതൽ, അതല്ല എന്താണ് നമ്മൾ പവർ ഉപയോഗിച്ചിട്ടുള്ള അതോറിറ്റി ഓഫ് പവറിനാണോ ഏറ്റവും കൂടുതലും എവർലാസ്റ്റിംഗ് റോളും ആൻഡ് ഓൾസോ മൂല്യവും എന്തിനാണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേ ആയിരുന്നു നമ്മളുടെ സുൽത്താൻസ് ഡിലെമ്മ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.